നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട EPL മത്സരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലിവർപൂളിന്റെ ആധിപത്യം തുടരുകയാണ്. 5-0 അവരിന്ന് വെസ്റ്റ് ഹാമിനെ തകർത്ത് തരിപ്പണാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 ഗോളൊക്കെ സ്കോർ ചെയ്യുന്ന ചാൻസുകൾ അവർക്ക് ഉണ്ടായിരുന്നു. മറ്റൊരു മത്സരത്തിൽ സ്പേഴ്സിന് 2-2 സമനില പിടിക്കാൻ മാത്രമേ ഇന്ന് കഴിഞ്ഞുള്ളൂ. നമുക്ക് സ്പേഴ്സിന്റെ മത്സരത്തിന് സ്റ്റാർട്ട് ചെയ്യാം. ഈസി ആയിട്ട് ജയിക്കേണ്ട അവസരങ്ങൾ ഇന്ന് സ്പേഴ്സിനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതുകൊണ്ടുപോയി കൊളാക്കി എന്ന് പറഞ്ഞാൽ മതി. ഫ്രേസർ ഫോസ്റ്ററുടെ കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. പുള്ളി നമ്മുടെ വയസ്സായ ആൾക്കാരൊക്കെ പെർഫോം ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. കാരണം കൈയൊന്നും പൊക്കാൻ പുള്ളിക്ക് വയ്യ. ഇപ്പം സെക്കൻഡ് ഗോളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ റിയാക്ഷനൊക്കെ വളരെ വളരെ മോശമായിരുന്നു. ഇവിടെ മറ്റാരെയും കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ മാനേജ്മെന്റിനെ കുറ്റം പറഞ്ഞാൽ മതി. വികാരിയൊക്കെ ബാക്കപ്പ് ആയിട്ടൊരു പ്രോപ്പർ ഗോൾ കീപ്പറെ സൈൻ ചെയ്യാൻ ഈ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് സ്പേഴ്സിൽ നടക്കുന്നത്. എടുത്തു പറയേണ്ടത് ബോൾസാണ് ആദ്യം സ്കോർ ചെയ്യുന്നത്. അവർ സെറ്റ് പീസൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. ഫോസ്റ്ററിന് അത് തടയാൻ പറ്റിയില്ല. അങ്ങനെ ഹാങ് 7-ാം മിനിറ്റിൽ തന്നെ 1-0 ലീഡിലേക്ക് വോൾസിനെ എത്തിക്കുന്നു. ഇവിടെ ബെൻറ്റങ്കർ ആണ് നമ്മളെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. 11th മിനിറ്റിൽ സെറ്റ് പീസിലൂടെ വന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിഡിലം ഹെഡറിലൂടെ പുള്ളി ഗോളാക്കി മാറ്റുന്നു. പിന്നീട് സ്പേഴ്സ് ലീഡിലേക്ക് വരികയാണ്. 2-1 ലീഡിലേക്ക് സ്പേഴ്സ് എത്തി. ഇവിടെ കുളസസ്കിയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ എടുത്തു പറയണം. വളരെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളി കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രണ്ടൻ ജോൺസന് ചാൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ പിന്നീട് മാഡിസൺ വന്നു. മാഡിസന് ചാൻസ് ഉണ്ടായിരുന്നു. സോണിന്റെ കാര്യം എൻ്റെ പൊന്നോ, പുള്ളി ഓരോ മത്സരം കഴിയുന്തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെനാൽറ്റി ഓപ്പർച്യൂണിറ്റി പുള്ളിക്ക് കിട്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയുടെ കോൺഫിഡൻസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പെനാൽറ്റി സോണിന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു 3-1 ലീഡിലേക്ക് സ്പേഴ്സ് എത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അധികം വൈകാതെ 1-2 ചാൻസുകൾ നമ്മൾ മിസ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ വളരെ വളരെ മോശപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് സ്പേഴ്സിന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തത് വൂൾസാണ്. അവർ കളിയിൽ നന്നായി ഇങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു അവസാനം ഒരു ഗോൾ വരാൻ പോകുന്നുണ്ട്. അത് വോൾസ് എന്തായാലും സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ലാർസന് കളിയുടെ അവസാന ഘട്ടത്തിൽ ഒരു ചാൻസ് കിട്ടുന്നു. പുള്ളിയുടെ ഒരു കിടിലം ഫിനിഷിംഗ് കൂടി വന്നതോടെ 2-2 സമനിലയിലേക്ക് കളി പോവുകയാണ്. വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പോൾ ആൻഡ് പോസ്റ്റെക്കോഗ്ലുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം അനിവാര്യമായിരുന്നു. പക്ഷേ നമുക്കത് കിട്ടിയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ഫാൻസൊക്കെ ആൻഡ് പോസ്റ്റെക്കോഗ്ലു ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളി പോയാലും ഈ ഒരു ടീമിനെ വെച്ചിട്ട് എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റുന്നുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു മത്സരത്തിൽ ലിവർപൂളിന്റെ പെർഫോമൻസ് എൻ്റെ പൊന്നോ. ഫസ്റ്റ് 30 മിനിറ്റ്സിൽ അരിയോള വേഴ്സസ് ലിവർപൂളിന്റെ പ്ലേയേഴ്സ്, അങ്ങനെ ഒരു മത്സരം തന്നെയാണ് നടന്നത്. മോസലയുടെ ഷോട്ട് ഉണ്ടായിരുന്നു, ലൂയിസ് ഡിയാസിന്റെ ഷോട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ അരിയോള തടഞ്ഞു നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഒറ്റയാൾ പ്രകടനം കൊണ്ട് അരിയോള ടീമിനെ രക്ഷിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ലൂയിസ് ഡിയാസാണ് ആദ്യം സ്കോർ ചെയ്യുന്നത്. ഡിയാസിന് ലെഗിന്റെ ഒരു എലമെന്റ് ആയിരുന്നു. പുള്ളിയുടെ ആദ്യത്തെ ഒരു പാസ് കൊടുക്കാനുള്ള അറ്റംപ്റ്റ് റീബൗണ്ടായി പുള്ളിയുടെ കാലത്തിന് എത്തി. കിടിലം ഫിനിഷായിരുന്നു. മോസല 18 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഗോളും അസിസ്റ്റും ഒക്കെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഒരു ഗോൾ മോഡൽ പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. ഇന്ന് സെക്കൻഡ് ഗോളിൽ പുള്ളി 2 പ്രാവശ്യം നട്മഗ് ചെയ്തുകൊണ്ട് ബോളൊക്കെ റിട്രീവ് ചെയ്തിട്ടുള്ള കാഴ്ചയുണ്ട്. റോമാഞ്ചിഫിക്കേഷൻ എന്ന് പറയേണ്ടി വരും. അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ഒരു 4 ഗോള് മോസലക്ക് മാത്രം അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി. പുള്ളി അസിസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്യാപ്കോക്ക് കൊടുത്തിട്ടുള്ള അസിസ്റ്റ് ആയാലും പിന്നീട് പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്ന ഗോൾസ് ആയാലും കിട്ടിലം പെർഫോമൻസ് ആയത് ഒന്നും പറയാനില്ല. ഇപ്പോൾ ലിവർപൂളിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഗ്യാപ്കോ സ്കോർ ചെയ്യുന്നുണ്ട്, ലൂയിസ് ഡിയാസ് സ്കോർ ചെയ്യുന്നുണ്ട്, അലക്സാണ്ടർ അർണോൾഡ് ബോക്സിന് പുറത്ത് വെച്ച് ഷോട്ട് എടുക്കുന്നു, സല സ്കോർ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് നിന്ന് ഗോൾ വരികയാണ്. അപ്പോൾ ഒരു പ്ലെയർ ഔട്ട് ഓഫ് ഫോം പോയാലും അത് കവർ ചെയ്യാനുള്ള പവർ ഇപ്പോൾ ലിവർപൂളിൻ്റെ അറ്റാക്കിനുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. ജോട്ട
എനിക്ക് തോന്നുന്നു ഇമ്പാക്ട് സബിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ജോട്ടിനെയാണ്. കാരണം പലപ്പോഴും കളിയിലേക്ക് വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കോർ ചെയ്യുന്നു, അസിസ്റ്റ് കൊടുക്കുന്നു. ഇന്നും അതിന് സംഭവിച്ചു. പുള്ളി വന്നു, മോസലയുടെ അസിസ്റ്റ് പുള്ളി അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ 5 ഗോളുകൾ അടിച്ചു കയറ്റിക്കൊണ്ടാണ് ലിവർപൂൾ ഇന്ന് വിജയിച്ചത്. വെസ്റ്റ് ഹാമിന്റെ സൈഡിൽ നിന്ന് 7ഓളം ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കുഡൂസിന്റെ 1-2 ഷോട്ടുകൾ ഫ്രെയിമിൽ തട്ടിയിട്ട് പുറത്തേക്ക് പോയി എന്നല്ലാതെ കൂടുതൽ ചാൻസുകളോ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും വെസ്റ്റ് ഹാമിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. വെസ്റ്റ് ഹാം ഇപ്പോൾ അണ്ടർ പ്രഷർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ സീസണിൽ വളരെ വളരെ മോശപ്പെട്ട ഒന്നിലധികം പെർഫോമൻസുകൾ വെസ്റ്റ് ഹാമിന്റെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബൗൺസ് ബാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ലിവർപൂൾ ഈ ഒരു ടൈറ്റിൽ ചലഞ്ചിൽ ആ ഒരു 9 പോയിന്റിന്റെ ഗ്യാപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കംപ്ലീറ്റ് മൈൻഡ് സെറ്റോടെയാണ് ഇപ്പോൾ കളിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.